എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സ്മിതൂസ് വേൾഡിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് സീരീസിൻ്റെ 10ാമത്തെ റെസിപ്പിയാണ് ഞാൻ ഷെയർ ചെയ്യുന്നത് കേട്ടോ. ഇതിന് മുമ്പ് ചെയ്ത എല്ലാ റെസിപ്പികളും വളരെ ടേസ്റ്റിയുള്ളതാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇത് നമുക്ക് വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന റവ ഇഡ്ഡലി കേട്ടോ. കാണുമ്പോൾ തന്നെ അറിയാമല്ലോ എന്ത് സോഫ്റ്റായിട്ടുള്ളൊരു റവ ഇഡ്ഡലിയാണ് തയ്യാറാക്കിയിരിക്കുന്നത്. അതും വളരെ പെട്ടെന്ന് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അതുപോലെ തന്നെ ടേസ്റ്റ് കേട്ടോ. ഇതിന് പ്രത്യേകിച്ച് കൂട്ടാനൊന്നും ആവശ്യമില്ല. നിങ്ങൾ തീർച്ചയായും തയ്യാറാക്കി നോക്കിക്കോളൂ. വളരെയധികം ഇഷ്ടപ്പെടും. എന്നാൽ ഇതെങ്ങനെയാണ് തയ്യാറാക്കി നമുക്ക് നോക്കിയാലോ. ഇനി ഉഴുന്ന് വെച്ചുള്ള ഇഡ്ഡലി തന്നെ വേണമെന്ന് നിർബന്ധമൊന്നും പിടിക്കേണ്ട കേട്ടോ. അത്രയ്ക്ക് ടേസ്റ്റിയാണ്. വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുകയും ചെയ്യും. അതിനായിട്ട് ഞാൻ ആദ്യം തന്നെ അടുപ്പത്തേക്ക് ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിൽ 1 ടേബിൾ സ്പൂൺ നെയ്യാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. നെയ്യ് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് 1/4 ടീസ്പൂൺ ജീരകം നമുക്ക് ഇട്ട് കൊടുക്കാം. അതിനോടൊപ്പം തന്നെ നമുക്കിനിയും ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് 1 ടീസ്പൂൺ കടലപ്പരിപ്പ്, അതായത് ചനാ ഡാൽ കടലപ്പരിപ്പാണ്. അതിനോടൊപ്പം തന്നെ 1 ടീസ്പൂൺ ഉഴുന്നും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് കാഷ്യൂനട്ട്, കശുവണ്ടിയും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നമുക്കൊന്ന് വറുത്തെടുക്കാവുന്നതാണ്. ഇതിൻ്റെ കളർ ഒന്ന് മാറി വരുമ്പോൾ മാത്രം ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് നമുക്ക് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഇപ്പോൾ കാഷ്യൂനട്ടിൻ്റെയൊക്കെ കളർ നന്നായിട്ട് മാറിയിട്ടുണ്ട് അല്ലേ. ഈ ഒരു സമയത്ത് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി അരിഞ്ഞത്, കുറച്ച് കറിവേപ്പില അരിഞ്ഞത്, ഒരു ചെറിയ സവാള പൊടിയായി അരിഞ്ഞെടുത്തതും കൂടെ ചേർത്ത് കൊടുത്ത് നമുക്കൊന്ന് വഴറ്റിയെടുക്കാവുന്നതാണ്. ഞാൻ പക്ഷേ ഒരുപാടൊന്നും വഴറ്റുന്നില്ല. ഒന്ന് വാടി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ക്യാരറ്റാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഈ ക്യാരറ്റൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാൻ ഒരു ക്യാരറ്റിൻ്റെ പകുതിയിൽ താഴെയാണ് എടുത്തിരിക്കുന്നത്. കുറച്ച് ഭാഗം എടുത്തിട്ടുള്ളൂ. അതും നീളത്തിലരിഞ്ഞ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയും ക്യാരറ്റ് ഇട്ട് കഴിഞ്ഞ് ഒരുപാടൊന്നും വഴറ്റിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്കിതിലേക്ക് ആവശ്യത്തിന് റവ ചേർത്ത് കൊടുക്കാം. ഞാൻ ഇനി 1 കപ്പ് റവയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി വറുത്ത റവയാണെങ്കിലും വറക്കാത്ത റവയാണെങ്കിലും നിങ്ങൾ ഇങ്ങനെ തന്നെ ഈ ഒരു മെത്തേഡ് തന്നെ ചെയ്തെടുത്തോളൂ. വറക്കാത്ത റവയാണെങ്കിൽ ഇതിനകത്തിട്ട് നന്നായിട്ട് വറുത്തെടുക്കുക. വറുത്ത റവയാണ് നിങ്ങളുടെ കയ്യിൽ ഇരിക്കുന്നതെങ്കിൽ അതൊന്ന് ചൂടാക്കിയാൽ മാത്രം മതി. നെയ്ക്കകത്തിട്ടൊന്ന് ചൂടാക്കി എടുത്താൽ മാത്രം മതി. ഞാനിപ്പം വറുത്ത റവയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് ഒരുപാട് നേരം ഇട്ട് വറുത്തെടുക്കുന്നില്ല. ഞാൻ ആ നെയ്ക്കകത്തൊന്ന് ചൂടാക്കി എടുക്കുന്ന മാത്രമേ ഉള്ളൂ. നെയ്ക്കകത്ത് കിടന്ന് ആ റവയെല്ലാം ഒന്ന് ചൂടായി നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി തീ ഓഫ് ചെയ്യാം. തീ ഓഫ് ചെയ്ത് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ചെറു ചൂടുള്ളപ്പം തന്നെ ഇതിലേക്ക് 3/4 കപ്പ് തൈരാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. നമ്മൾ തീയിൽ നിന്ന് വാങ്ങി വെച്ച് ഉടനെ ചേർത്ത് കൊടുക്കരുത്. ഇതിനകത്തെ ചൂടൊന്ന് കുറഞ്ഞ് ചെറു ചൂടുള്ള സമയത്ത് മാത്രം ചേർത്ത് കൊടുക്കുക. പുളിയില്ലാത്ത തൈര് ഉപയോഗിക്കുന്നത് തന്നെയാണ് നല്ലത്. നല്ലതായി യോജിപ്പിച്ച് നമുക്ക് വയ്ക്കാം. ഇതിലേക്ക് ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പും കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കണം. ഒരു 1/2 കപ്പ് വെള്ളം മാത്രം മതി. അതും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കുക. യോജിപ്പിച്ചെടുത്ത ശേഷം ഒരു 10 മിനിറ്റ് നേരം ഇതിനെ റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഈ ഒരു പരുവത്തിൽ വേണം നമ്മൾ വെള്ളം ഒഴിച്ച് കഴിഞ്ഞിട്ട് റവ ഇരിക്കാൻ. ഇനി ഇത് അടച്ച് 10 മിനിറ്റ് നേരം നമുക്ക് വെക്കണം. ഏകദേശം 10 മിനിറ്റ് നേരം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. റവയിൽ ഒരുപാട് അങ്ങ് ഡ്രൈ ആയിട്ടില്ല. അത്യാവശ്യം വെള്ളമൊക്കെ ഉണ്ട്. ഞാൻ എന്നാലും ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടി ഇതിലേക്ക് ചേർത്ത് നല്ലതായി യോജിപ്പിച്ചെടുക്കുക. നമ്മൾ ഇഡ്ഡലി എപ്പോഴാണോ തയ്യാറാക്കാൻ തുടങ്ങുന്നത് അന്നേരം മാത്രമേ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കാവൂ. ഇഡ്ഡലി ചുട്ടാൻ നേരം മാവ് ഈ ഒരു തിക്നെസ്സോടാണോ ഇരിക്കുന്നത് നോക്കിയിട്ട് വേണം തയ്യാറാക്കാൻ തുടങ്ങാൻ. ഞാൻ ഇഡ്ഡലി തട്ട് അടുപ്പയിലേക്ക് വെച്ചിട്ടുണ്ട്. ഇതിൽ കുറച്ച് എണ്ണ പുരട്ടിയാണ് ഇഡ്ഡലി തട്ട് വെച്ചിരിക്കുന്നത്. നന്നായി ചൂടായ ശേഷം മാത്രം മാവ് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്ക് 8-9 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ വെച്ച് വേവിച്ചെടുക്കാവുന്നതാണ്. അങ്ങനെ റവ ഇഡ്ഡലി വെന്ത് കിട്ടിയിട്ടുണ്ട്. കണ്ടാൽ തന്നെ അറിയാം നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഇഡ്ഡലി തന്നെ കേട്ടോ. ഇതുവരെ റവ ഇഡ്ഡലി കഴിച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. നല്ല പെർഫെക്റ്റ് ആൻഡ് സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ഇഡ്ഡലി നിങ്ങൾക്ക് കിട്ടും. നമ്മൾ കുറച്ച് ചൂടാറിക്കഴിഞ്ഞാലും ഇത് കട്ടിയാകുകയില്ല. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു റവ ഇഡ്ഡലി തന്നെയാണ്. എപ്പോഴും ഉഴുന്നുകൊണ്ടുള്ള ഇഡ്ഡലി വേണം എന്ന് വാശി പിടിക്കാതെ മാറ്റി ഒന്ന് ചിന്തിച്ചോളൂ. നിങ്ങൾക്ക് തീർച്ചയായും ഇഷ്ടപ്പെടും. ഇനിയും കൂട്ടാൻ ഇതിൻ്റെ കൂടെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാം കേട്ടോ. തീർച്ചയായും ഈ ഒരു റവ ഇഡ്ഡലി ഈ ഒരു രീതിയിൽ തന്നെ നിങ്ങൾ തയ്യാറാക്കി നോക്കിക്കോളൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. ഇഷ്ടമാകുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. താങ്ക് യു ഫോർ വാച്ചിങ്.